ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തിരിക്കുന്നു. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ വിധി പറയാനായി നാളത്തേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് കാണിച്ചാണ് എൻ വാസു ജാമ്യ ഹർജി നൽകിയത്. സൂര്യഗായത്രിയുണ്ട് കൊല്ലത്ത് വിവരങ്ങളുമായി. സൂര്യഗായത്രി, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? ജാമ്യ ഹർജിയിൽ വിധി നാളെ കൊല്ലം വിജിലൻസ് കോടതി പറയും. റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായി എന്ന് കാട്ടിയാണ് സ്വാഭാവിക ജാമ്യ ഹർജി എൻ വാസു കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ജാമ്യം അനുവദിക്കണമെന്ന് പ്രതിഭാഗം എന്നാൽ ാണ് കോടതി പറയുന്നത്. നാളെ വിധി പറയുമെന്ന് വിജിലൻസ് കോടതി വ്യക്തമാക്കിയിട്ടുമുണ്ട്. നിലവിൽ ഇപ്പോൾ സ്വാഭാവിക ജാമ്യമാണ് എൻ വാസു നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിൽ ജാമ്യം കിട്ടുകയാണെങ്കിൽ കേസിൽ 5ാമതായി ജയിൽ മോചിതനാകുന്ന വ്യക്തിയാകും വാസു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ മുൻ ദേവസ്വം പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള പത്മകുമാറിനെ വീണ്ടും കോടതി റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയാവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉടൻ തന്നെ പത്മകുമാറും സ്വാഭാവിക ജാമ്യത്തിന് കോടതിയെ സമീപിക്കും. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പ്രതികളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. 4 പേരിൽ 3 പേരും സ്വാഭാവിക ജാമ്യം ലഭിച്ചാണ് പുറത്തിറങ്ങിയത്. അടുത്ത ദിവസം എൻ വാസുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വരും. അതിന്റെ പിന്നാലെ തന്നെ പത്മകുമാർ 90 ദിവസം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ സ്വാഭാവിക ജാമ്യ ഹർജി നൽകും. അത്തരത്തിൽ സ്വാഭാവിക ജാമ്യത്തിൽ നാളെ വാസു കൂടി പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് SIT കടക്കുമെന്നുള്ളതാണ്. സ്വാഭാവിക ജാമ്യം ലഭിച്ചിങ്ങനെ പ്രതികൾ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും വാസുവിന്റെ കാര്യത്തിൽ നാളെയാണ് കോടതിയിൽ നിന്നും ഉള്ള ഉത്തരവ് അറിയാൻ സാധിക്കുക. എൻ വാസുവിന്റെ കാര്യത്തിൽ നാളെയാണ് കോടതിയിൽ നിന്ന് തീരുമാനം അറിയുക. കൊല്ലത്ത് സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.